stop. Please stop. ഇതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പങ്കാളിയുമായി നിരന്തരം വഴക്ക് കൂടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ആ സ്വഭാവം നിർത്തിക്കോ. അത് കുട്ടികളുടെ ഭാവിക്ക് അത്ര നല്ലതല്ല. കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് എന്താണെന്ന് അറിയാനുള്ള നിങ്ങളുടെ ശുഷ്കാന്തി അവർക്ക് എത്രത്തോളം പഠനാന്തരീക്ഷം ഒരുക്കിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിലും വേണം. നിരന്തരമായി അച്ഛനമ്മമാരുടെ വഴക്കുകൾക്കിടയിൽ വരുന്ന കുട്ടികളിൽ വൈകാരിക സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതിനെ നിസ്സാരമായി കാണേണ്ട, വളരെ ഗുരുതര പ്രശ്നമായി തന്നെ കാണണം. അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്കുകൾ അവരുടെ പഠനം, സ്വഭാവം, വൈകാരിക പക്വത എന്നിവയൊക്കെ സാരമായി ബാധിക്കുന്നു. അതിലൊന്ന് നിരാശയാണ്. എന്തിന് ഈ വീട്ടിൽ ജനിച്ചു, എന്തിന് ജനിപ്പിച്ചു എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്ന് ഉത്കണ്ഠയാണ്. ഇത് നിരവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നു. കോൺസെൻട്രേഷൻ കുറയുന്നു. ഇതുമൂലം കുട്ടികൾക്ക് പരീക്ഷയിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്നു. മറ്റൊന്ന് ലഹരിയാണ്. അതായത് കുട്ടികൾക്ക് വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ അവർ ലഹരിക്ക് അടിമയാകുന്നു. ഒരു ഗുരുതരമായ പ്രശ്നം ഇത്തരം സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ ചൂഷണം ചെയ്യലാണ്. അവർക്ക് അത് പലപ്പോഴും മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള ധൈര്യം പോലും ഉണ്ടാവുകയില്ല. കുട്ടികൾക്ക് ദേഷ്യവും വാശിയും വരുന്നു. അവർ ഉൾവലിഞ്ഞു പോകുന്നു. ചിലർ അക്രമാസക്തരാകുന്നു. പഠനത്തില് അവർക്ക് ഫോക്കസ് നഷ്ടമാകുക മാത്രമല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല ഏരിയകളിൽ നിന്നും അവർ പിൻവാങ്ങുന്നു. പിന്നീട് അവർ പ്രായപൂർത്തിയായാൽ പോലും ദാമ്പത്യം പോലുള്ള ബന്ധങ്ങളിൽ അവർക്ക് വിശ്വാസക്കുറവുണ്ടാവുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ അത് അക്രമാസക്തമല്ലാതെ അവതരിപ്പിക്കുകയും പരസ്പര ബഹുമാനത്തോടെ പരിഹരിക്കുകയും ചെയ്യുക. പങ്കാളിയോടുള്ള ദേഷ്യം കുട്ടികളെ വഴക്കു പറഞ്ഞും ഉപദ്രവിച്ചും തീർക്കരുത്. കുട്ടിയുടെ മുന്നിൽ വെച്ച് ബഹളങ്ങളും അലർച്ചകളും ഒഴിവാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെട്ടതാകുന്നു. അവർക്ക് നല്ലൊരു ഭാവിയും ഉണ്ടാകുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.